ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ മിത്ര വളരെയധികം സന്തോഷത്തോടു കൂടി പോവുകയായിരുന്നു. ആര്യന്റെ ആ ഒരു മാറ്റം നമ്മുടെ മിത്രയ്ക്ക് ഒത്തിരി ആയിട്ടും എന്താ പറയാ സന്തോഷം കൊടുക്കുന്നുണ്ട്. ആര്യൻ ഇപ്പോൾ മിത്രയ്ക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ചുരിദാർ മേടിച്ചു കൊടുക്കുന്നു, ജിമിക്ക് മേടിച്ചു കൊടുക്കുന്നു. ദേ നാളെ നമ്മുടെ ആര്യനൊരു വിസയും കൂടി ഓർഡർ ചെയ്ത് മേടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ജീവിതം ഏകദേശം വളരെയധികം നമ്മുടെ മിത്രയ്ക്ക് പണ്ടത്തെ പോലെ സങ്കടങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ അവരുടെ കൊച്ചു കൊച്ചു പ്രാരാബ്ദങ്ങളുമായിട്ട് പോകുമ്പോഴാണ് അതിനിടയിൽ നമ്മുടെ മിഥുൻ അവതരിക്കുന്നത്. അപ്പൊ മിഥുന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ മിത്രയുടെ സമാധാനം കെടുത്തുക. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഈ ഒരു ഓർഡറുമായിട്ട്, അതായത് നമ്മുടെ ആര്യന് ഡെലിവറി ആണല്ലോ, ഫുഡ് ഡെലിവറി ആണല്ലോ. അപ്പോഴേക്കും ആ ഒരു ഫുഡ് കൊണ്ടുപോകുന്ന ഒരു സമയത്ത് മിഥുൻ പെട്ടെന്ന് കാണാൻ ഇടയായി. അത് മാത്രമല്ല, ഇവര് ജീവിക്കുന്നത് നല്ല രീതിയിൽ തന്നെയാണ്. ആര്യൻ മിത്രയെ സ്നേഹിച്ചു തുടങ്ങി എന്നൊക്കെ മിഥുന് മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മിഥുൻ ഇനി എന്താണ് അടുത്ത ലക്ഷ്യം? അവളെ എങ്ങനെയെങ്കിലും തകർക്കണം. അങ്ങനെ അവര് സുഖമായിട്ട് സുഖകരമായിട്ട് ജീവിക്കേണ്ട, അങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ലല്ലോ. ഓഹോ, എന്നാ പിന്നെ തകർക്കണം, അവളുടെ സമാധാനം കളയണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മിഥുൻ എന്താണ് ചെയ്യുന്നത്? നേരെ മിത്രേനെ ഫോൺ വിളിക്കുകയാണ്. അങ്ങനെ മിത്രേനെ ഫോൺ വിളിച്ചു. മിത്ര ഫോൺ എടുത്തു കഴിഞ്ഞപ്പോ മിഥുന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ മിത്ര അങ്ങ് വല്ലാണ്ടായി കേട്ടോ. എന്നിട്ട് മിത്രയോട് പറഞ്ഞു, എടി നീ അവിടെ സുഖിക്കുകയാണല്ലേ? എത്ര സുഖിച്ചാലും നീ എന്റെ കൂടെ വന്ന പെണ്ണല്ലേടി. ഞാൻ നിന്നെ കല്യാണം കഴിക്കാനിരുന്നല്ലേടി. എന്റെ വേസ്റ്റ് അല്ലേടി അവൻ ചുമക്കുന്നതെന്ന്. അപ്പൊ ഇത് കേട്ടപ്പോഴേ മിത്രയ്ക്ക് ദേഷ്യം വന്നിട്ട്, ദേ നിന്നെ എന്റെ കൈ കിട്ടുകയാണെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും കേട്ടോ. ഒരു പെണ്ണിന്റെ ജീവിതം തകർക്കാൻ നോക്കിയതും പോരാ, എന്നിട്ട് നീ എന്തൊക്കെ അസംബന്ധമാടാ വിളിച്ച് ഈ പറയുന്നത്? മിണ്ടിപ്പോകരുത്, എന്റെ കൺമുമ്പിൽ വന്നാ ഞാൻ നിന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും ഇതും ഒക്കെ നമ്മുടെ മിത്ര പറഞ്ഞു. മിത്ര പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക്, ഓ നിനക്ക് ഭയങ്കര ചോരത്തിളപ്പൊക്കെ ആയല്ലോടി. അല്ല, ഞാൻ ഉപേക്ഷിക്കുന്ന അന്ന് നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ആ ഏതായാലും ചോരത്തിളപ്പ് വരും. കാരണം ഇപ്പം ഒരുത്തൻ കൂടെ ഉണ്ടല്ലോ നിന്റെ കൂടെ. അവന്റെ ചൂട് അറിഞ്ഞു കാണും, അതായിരിക്കുമല്ലേ നിന്റെ ഈ ചോരത്തിളപ്പിന് ഇത്. ഏതായാലും അധിക കാലമൊന്നും നിങ്ങൾ സുഖമായിട്ട് ജീവിക്കാൻ പോകുന്നില്ലടി. നീ എന്താ വിചാരിച്ചത്? ദേ അവനെ ഇപ്പൊ ജോലി ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയാം. അവൻ ഫുഡ് ഡെലിവറി ആയിട്ട് നടക്കുകയാണല്ലോ, അതും രാത്രി. അവനെ ഉണ്ടല്ലോ ഞാനൊരു വണ്ടി കയറ്റി അല്ലെങ്കിൽ ഒരു ലോറി കയറ്റി കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അറിയാൻ പോകുന്നുണ്ടോ? നിന്നെ ഞാൻ അങ്ങനെ സുഖിച്ച് ജീവിക്കാൻ അനുവദിക്കില്ലടി. അങ്ങനെ അനുവദിക്കില്ലെന്ന് പറഞ്ഞാല് ഈ മിഥുന പറയുന്നത്. നിനക്ക് ഈ മിഥുനെ അറിയാലോ. ഈ മിഥുന നീ എത്ര തവണ കൊടുക്കാൻ നോക്കിയിട്ടും ഞാൻ കുടുങ്ങിയില്ലെങ്കിൽ ഇനി നിങ്ങളെയൊക്കെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇപ്പൊ ദൈവം എന്റെ കൂടെയാ. നീ ആഘോഷിക്കടി, നീ ആഘോഷിക്കുക എന്നൊക്കെ പറയാ. ഇതൊക്കെ കേട്ടിട്ട് പേടിച്ച് നമ്മുടെ മിത്ര ഫോൺ വെക്കുകയാണ് കേട്ടോ. വല്ലാത്തൊരവസ്ഥയിൽ മിത്ര നിൽക്കുക. മിത്രയ്ക്ക് മനസ്സിലാകുന്നില്ല. ആകപ്പാടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. നമ്മുടെ ആര്യന്റെ ആ ഒരു മാറ്റവും ആര്യന് മിത്രയോടുള്ള സ്നേഹവും ഒക്കെ ഒരുപാട് ആസ്വദിക്കുന്ന സമയമാണ് മിത്ര. ഏതായാലും മിത്ര വല്ലാണ്ട് പേടിച്ചു വിറച്ചിങ്ങനെ നിൽക്കുക. അങ്ങനെ നേരെ കണ്ണാടിയിൽ നോക്കിയിട്ട്, ഞാൻ കാരണം ആര്യന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാനത് സഹിക്കില്ല. എന്റെ ആര്യന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നു. പെട്ടെന്ന് ആ ഒരു സ്കൂട്ടിയുടെ മുമ്പിലേക്ക് ഒരു ലോറി വരുന്നു, അങ്ങനെ ഇടിക്കുന്നു. ഇതൊക്കെ മനസ്സിൽ ഓർക്കുകയാണ് നമ്മുടെ മിത്ര. അപ്പോഴത്തേക്കും പെട്ടെന്ന് പുറകിൽ ആര്യം വന്ന് നിൽക്കുന്നു. ഒറ്റ ഞെട്ടായിരുന്നു കേട്ടോ. പേടിച്ച് വിറച്ചു പോയി മിത്ര. പെട്ടെന്ന് അങ്ങ് വീണു. അപ്പോഴത്തേക്കും ആര്യം കയറി അങ്ങ് പിടിക്കാണ് കേട്ടോ. ആര്യം കയറി പിടിച്ച് ആ വയറിനോട് ചേർത്ത് അങ്ങ് പിടിച്ചിട്ട്, എന്താ എന്താ പറ്റിയതെന്ന് ചോദിച്ചു. ഹേ ഒന്നുമില്ല ആര്യാന്ന് പറഞ്ഞു. അല്ല, എന്തോ ടെൻഷൻ ഉണ്ടല്ലോ. ഈ മുഖത്ത് ഒരു തെളിച്ചവും ഇല്ലല്ലോ. ഈ മുഖം തെളിയാതിരിക്കുമ്പോ എനിക്കറിയാം എന്തൊക്കെയോ ടെൻഷനുണ്ട്. എന്താ എന്താ പറ്റിയത് മിത്ര? നിനക്ക് എന്ത് പറ്റി? ഹേ ഒന്നുമില്ല ആര്യാന്ന് പറഞ്ഞു. അല്ല, ആര്യന്റെ കയ്യിൽ എന്താ? അതെ, ഇതാണ്, എന്താണെന്ന് നോക്കിക്കേ എന്നും പറഞ്ഞ് ഇതങ്ങ് കൊടുക്കാണ്. പിസ അങ്ങോട്ട് കൊടുക്കാണ്. ഇതങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മിത്രയ്ക്ക് അങ്ങ് സന്തോഷമായിട്ടോ. മിത്രയാണെങ്കിൽ അത് നോക്കി അപ്പോഴത്തേക്കും പറഞ്ഞു, അതെ ഇത് ഞാനേ നിനക്ക് വേണ്ടി മേടിച്ചതാ. നിനക്ക് വലിയ ഇഷ്ടമാണെന്ന് ഞാൻ എനിക്കറിയില്ല, അമ്മ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചതാന്നും പറഞ്ഞ് ഇതങ്ങോട്ട് വായിൽ വെച്ച് കൊടുക്കാണ്. മിത്രയുടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു ഒഴുകാണ്. അപ്പൊ തന്നെ നമ്മുടെ ആര്യന് വീണ്ടും മനസ്സിലായി എന്തോ മിത്രയ്ക്ക് സംഭവിച്ചിരിക്കണു, എന്തോ മിത്രയ്ക്ക് പറ്റിയിരിക്കണു എന്ന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ ആര്യൻ ചോദിച്ചു, എന്തു പറ്റി നിന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നത്? ഇതൊന്നും ഞാൻ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചതല്ലല്ലോ ആര്യ. അപ്പൊ പെട്ടെന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം
പെട്ടെന്ന് ആര്യൻ ഇങ്ങനെ എന്തു പറ്റി? എന്തോ വലിയ സങ്കടം നിന്റെ മനസ്സിൽ പിടിച്ച് കുലുക്കിയിട്ടുണ്ടല്ലോ മിത്ര. അങ്ങനെയൊന്നും നീ കുലുങ്ങുന്നതല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്തോ നിന്റെ മനസ്സിൽ ഉണ്ട്. എന്താണെങ്കിലും തുറന്നു പറ. ഓ, ഒന്നുമില്ല ആര്യ, ഒന്നുമില്ല. ഇത് എല്ലാവർക്കും ഇവിടെ കൊടുക്കണ്ടേ? നീ തന്നെ എല്ലാവർക്കും കൊണ്ട് കൊടുക്കാൻ പറയാ. അങ്ങനെ ഒരു പീസൊക്കെ എല്ലാവർക്കും കൊണ്ട് കൊടുക്കാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ദേവിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല കേട്ടോ. ഓ, ആനന്ദേട്ടൻ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ, ആനന്ദേട്ടൻ ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്ന് മാത്രമേ നമ്മുടെ ദേവിക്ക് അറിയത്തുള്ളൂ. ദേവി ആണെങ്കിൽ ഹണിമൂണിന് പോകാനുള്ള ആ ഒരു ഉഷാറിലും തയ്യാറെടുപ്പിലും ഒക്കെ തന്നെയാണ്. അങ്ങനെ ആനന്ദ് വീണ്ടും അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും ഹണിമൂണിന്റെ കാര്യം തന്നെയാണ് ദേവി പറയുന്നത്. അപ്പൊ ദേവി ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആനന്ദ് പറയുന്നുണ്ടോ, ഒന്ന് നിർത്തുന്നുണ്ടോ ദേവി? മതി, എന്തിനാ ഏത് നേരവും ഹണിമൂണ് ഹണിമൂണ് ഹണിമൂണ്? അല്ല ആനന്ദേട്ടാ, നമുക്ക് ഹണിമൂണിന് പോകണ്ടേ? അത് പിന്നെ ഞാനല്ലാതെ വേറെ ആരാ ആനന്ദേട്ടനോട് പറയുന്നത്? ആനന്ദേട്ടന്റെ ഭാര്യയല്ലേ ഞാൻ. ആനന്ദേട്ടന് ഒരു സ്നേഹവും ഇല്ല, എനിക്കറിയാം. ആനന്ദേട്ടൻ ഇപ്പോഴും ഈ ഭാര്യനെ അല്ല വേണ്ടത്, ആനന്ദേട്ടൻ ഇപ്പോഴും കുടുംബത്തിനെയാ വേണ്ടത്. അത് പിന്നെ ഭാര്യനെയും കുടുംബത്തിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനേ എനിക്കിഷ്ടം. എന്താ ദേവി ഇത്? ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ അച്ഛന് ഇങ്ങനെ ഒരു സന്തോഷമൊന്നും കിട്ടിയിട്ടില്ല. എൻ്റെ അച്ഛനറിയാം തന്നെ ജീവിക്കുന്നതിന്റെ പ്രയാസം. അതായത് എൻ്റെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കായിരുന്നേ. അവര് വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് അതുകൊണ്ട് തന്നെ കുടുംബക്കാര് അതെന്താണെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരിക്കും. നിങ്ങൾ ഒത്തിരി വലിയ വലിയ ആൾക്കാരൊക്കെ ആണല്ലോ, നിങ്ങൾക്ക് ഒത്തിരി കുടുംബക്കാരുണ്ടല്ലോ. പക്ഷെ ഞങ്ങൾ അപ്പോഴും അച്ഛന്റെയും അമ്മയുടെയും കീഴിൽ മാത്രം, ഒരു ബന്ധങ്ങളും ഇല്ലാതെ ഞങ്ങളുടെ മാമ മാത്രമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്, വേറെ ആരും ഇല്ലായിരുന്നു. അപ്പൊ ആ കുടുംബത്തെയൊക്കെ ഇട്ടിട്ട് ഒരു സ്ഥലത്ത് പോകുക എന്ന് പറയുമ്പം അത് അത്രയ്ക്ക് പെട്ടെന്ന് എനിക്ക് ചിലപ്പം അത് വർക്കൗട്ട് ആയി എന്ന് വരില്ല എന്ന് പറഞ്ഞപ്പം, ഓ അപ്പൊ എന്താ, എനിക്ക് കുടുംബമില്ലേ? കുടുംബം കുടുംബം കുടുംബം. അതെ, കുടുംബം എന്ന് പറയുന്നതേ ഇപ്പൊ നമ്മൾ രണ്ടും ഒരു കുടുംബമാണ്. അങ്ങനെയാണ് കുടുംബം. അല്ലാതെ ഇനിയിപ്പം അങ്ങനെയൊക്കെയാണ്. ഇനിക്ക് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന അറിയില്ല ആനന്ദേട്ടാ. ആനന്ദേട്ടൻ എന്തെങ്കിലും കാണിക്കാം, അല്ലെങ്കിലും ആനന്ദേട്ടൻ എന്നോട് സ്നേഹം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും അങ്ങ് തുടങ്ങാണ്. ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലനെ തന്നെയാണ്. ഇങ്ങനെ ആര്യൻ വന്നു കഴിയുമ്പം നമ്മുടെ ബാലൻ കുറച്ച് നല്ല രീതിയിലൊക്കെ പെരുമാറുന്നുണ്ട് കേട്ടോ. കാരണം വേറൊന്നും അല്ല, നമ്മുടെ ദേവി പറഞ്ഞത് അങ്ങ് ഏറ്റിട്ടുണ്ട്. എങ്കിലും ദേവിയോട് ആ സമയത്ത് തർക്കിച്ചു കേട്ടോ. അവന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയാം, നീ എന്നെ കൂടുതൽ പറഞ്ഞ് പഠിപ്പിക്കേണ്ട. ആനന്ദിനെയും ആകാശിനെയും പോലെ അല്ല അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്. അവന്റെ സ്വഭാവത്തെ കുറിച്ച് എനിക്കറിയാം. അവൻ നല്ല രീതിയിൽ നടക്കാനും അവന് നല്ല ജോലി കിട്ടാനും അല്ലേ, അല്ലാതെ ഇങ്ങനെ ഡെലിവറി ബോയ് ആയിട്ട് പോകാനാണോ ഞാൻ അവനെ വളർത്തി ഇത്രയും വലുതാക്കിയത്? ഒരച്ഛന്റെ പ്രയാസം നിനക്ക് മനസ്സിലാവില്ല ദേവി. നീ നിന്റെ മക്കൾക്കൊപ്പം താളത്തിനൊത്ത് തുള്ളിക്കോ. ഓ, ഇതൊക്കെ നിന്റെ ആങ്ങള പറഞ്ഞു തന്നതായിരിക്കും, ഉപദേശിച്ചതായിരിക്കും. ഇതേ ഡയലോഗ് തന്നെ നിന്റെ ആങ്ങള എന്നോടും കുറെ പറഞ്ഞിട്ടുണ്ട്. ദേ, ഇനി ഇതുപോലത്തെ ഡയലോഗും മാങ്ങയും തേങ്ങയായിട്ട് എൻ്റെ അടുത്ത് വന്നേക്കരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങ് പോവുകയൊക്കെ ചെയ്തു. എങ്കിലും നമ്മുടെ ആര്യനോട് കുറച്ച് നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, ആര് ബാലനെ. അപ്പൊ ഇതിനൊക്കെ ശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ മീനാക്ഷിനെയാണ്. അങ്ങനെ മീനാക്ഷി വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഉള്ളത്. അങ്ങനെ മീനാക്ഷിക്ക് ആ ഒരു പേപ്പർ കിട്ടിയതിന്റെ ഇതാണ്. അപ്പൊ ആകാശിനോട് പറയുന്നുണ്ട്, ആകാശ് എനിക്കൊരു ചെറിയ സംശയമുണ്ട്, നമുക്ക് ഈ പേപ്പർ കിട്ടിയല്ലോ, മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ കിട്ടിയല്ലോ, ആ പേപ്പർ കിട്ടിയതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് ചെറിയ സംശയങ്ങളുണ്ടെന്ന്. അപ്പൊ ആകാശ് ചോദിച്ചു, എന്ത് സംശയമാണ് നിനക്കുള്ളത്? അത് പിന്നെ എങ്ങനെ എനിക്ക് പറയണ്ടേന്ന് അറിയത്തില്ല. അത് ദേവിയടുത്തേക്ക് എടുത്തു തന്നത്, പക്ഷെ എന്തോ എന്നെ മനസ്സ് പറയുന്നത് എന്റെ റൂമിൽ ഇല്ലായിരുന്നു എന്ന് എന്റെ മനസ്സ് പറയുന്നതെന്ന് പറഞ്ഞപ്പം, എന്റെ പൊന്ന് മീനൂട്ടി, നീ ഇങ്ങ് വന്നേ, നീ ഒന്ന് മനസ്സിലാക്ക്. നിനക്ക് ആ പേപ്പർ എടുത്തു തന്ന ആരാ? ദേവിയടുത്തിയാണോ? നീ ദേവിയെ പോലെ ഇപ്പം ദേവിയടുത്തിനെ കാണണ്ടേ. കാരണം നിന്റെ സസ്പെൻഡ് ചെയ്യേണ്ട ആ ഒരു സമയത്ത് നിന്നെ ദൈവത്തിന്റെ രൂപത്തിൽ ഒരു ദൂതനെ പറഞ്ഞയച്ച പോലെയാണ് നിന്നെ ദേവിയടുത്ത് രക്ഷിച്ചത്. അപ്പൊ നീ ഇതൊന്ന് മനസ്സിൽ കൊണ്ട് നടക്കരുതേ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ദേവിയല്ല, നമ്മുടെ ഗോമതി ഇത് കേൾക്കുന്നുണ്ട്. ഗോമതിയോടും പറയുന്നുണ്ട് കേട്ടോ മീനാക്ഷി. അപ്പം ഗോമതിയോട് പറയുമ്പോൾ ഗോമതിക്ക് സത്യം തുറന്നു പറയാനും പറ്റത്തില്ല. പക്ഷെ ഗോമതിക്ക് ആ ഒരു കള്ളത്തരം ഒളിപ്പിച്ചു വെക്കുമ്പോൾ ഒരു വെപ്രാളം ഉണ്ടല്ലോ, അതൊക്കെ മുഖത്തുണ്ട് താനും. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പം മറക്കരുത്, നാളെ രാവിലെ തന്നെ നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് വരും. അപ്പം എല്ലാവരും കാത്തിരിക്കുക. ടാറ്റാ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം കേട്ടോ.